നമസ്കാരം. മലനാടിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 2-3 ആഴ്ച മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ആഴ്ച മുമ്പ്, നമ്മുടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 2010 മോഡൽ i20 ആണ്, ഹുണ്ടായിയുടെ. അതിൻ്റെ ഒരു നമ്മുടെ മീറ്റർ കൺസോളിലുള്ള ഒരു വാർണിംഗ് ലൈറ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ എൻജിൻ വാർണിംഗ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ എൻജിൻ വാർണിംഗ് ലൈറ്റ് ഓണായി കിടക്കുമായിരുന്നു. അപ്പോൾ അത് സാധാരണ പോലെ നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒരു വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് EGRൻ്റെ പ്രശ്നമാണ്, EGR വാൽവിൻ്റെ മാൾ ഫങ്ഷനിങ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് പറയുക മാത്രമല്ല ചെയ്തത്, വർക്ക്ഷോപ്പുകാരൻ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു കോട്ട് തന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ അതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം. ചിലപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ്, ചിലപ്പോൾ കാറ്റലിക് കൺവേർട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം, ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ EGR വാൽവ്, അല്ലെങ്കിൽ നമ്മൾ EGR സെൻസർ എന്ന് പറയുന്ന സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആവാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതാണ്ട് ഒരു 150 പൗണ്ട് മുതൽ 250 പൗണ്ട് വരെയുള്ള ചാർജ് ചെയ്യാവുന്ന ഒരു ബോട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ഈ ഒരു 150 പൗണ്ടിനും 250 പൗണ്ടിനും ഇടയിലായിരിക്കും ഈ പറയുന്ന ഇതിൻ്റെ സർവീസിങ് കോസ്റ്റ് വരിക എന്നുള്ള രീതിയിലാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുള്ളിയോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വാഹനം വാങ്ങിച്ചത് 2010 മോഡലാണ്. ഏതാണ്ട് 1 ലക്ഷം മൈൽ ഓടിയിട്ടുള്ളൊരു വാഹനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഏതാണ്ട് 250 പൗണ്ടിനടുത്ത് നമ്മളൊരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൂടുതലൊരു എമൗണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ MOT ഏത് സമയത്താണ് തീരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏതാണ്ട് ഇനി ഒരു 2 മാസത്തിന് ശേഷമാണ് MOT അതിൻ്റെ സർവീസിങ് കാര്യങ്ങളും അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ പുള്ളി ഒരു അഭിപ്രായം പറയുകയും, ഏതെങ്കിലും കാരണവശാൽ പവറിലോ അല്ലെങ്കിൽ മൈലേജിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിന് മുമ്പ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി നമ്മളോട് സംസാരിക്കുകയും, അപ്പോൾ അങ്ങനെ MOTയുടെ സമയത്ത് ഇത് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഞാനൊരു ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെയൊരു ഇത് കണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു EGR ക്ലീനർ എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് ഞാൻ അതിനകത്തെക്കുറിച്ച് കാണുകയും, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 150 ml ലിക്വിഡ് ഇൻലെറ്റിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻലെറ്റ് നമ്മുടെ ഫിൽറ്ററിന് ശേഷം വരുന്ന അവിടെ ഇൻലെറ്റിൽ മാനിഫോൾഡിന് അവിടെ നമ്മളിത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡെപ്പോസിറ്റാണ് ഈ മെയിനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അവിടെ ബ്ലോക്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ EGRൻ്റെ മാൾ ഫങ്ഷനിങ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ കാർബൺ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ ഓക്കെ ആവും എന്നുള്ള രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു. ഞാനിപ്പോൾ ആ പ്രോഡക്റ്റ് 10 പൗണ്ടാണ് മാത്രമേ അതിന് വിലയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു സംഭവം, ഞാനിത് എങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഞാനപ്പോൾ പല യൂട്യൂബ് വീഡിയോസും ചെക്ക് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിനകത്താണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തെടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. വൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീസൽ EGR ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഏതാണ്ട് 10 പൗണ്ടാണ് ഈ ഒരു EGR ക്ലീനർ എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിനകത്ത് അവർ ഇത് ചെയ്തത്. അപ്പോൾ ഞാനിത് 10 പൗണ്ടുള്ള കാരണം കൊണ്ട് ഞാനത് വാങ്ങിക്കുകയും ചെയ്തു. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇൻലെറ്റിൽ സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിൽറ്ററിന് ശേഷം വരുന്ന പോർഷനിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഇത് കണ്ടു. അപ്പോൾ ഞാനും അതനുസരിച്ചിട്ട് തന്നെ ഇൻലെറ്റിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി. ഇതാണ് അതിൻ്റെ ഒരു ഇൻലെറ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഈ ഇൻലെറ്റ് പോർഷൻ ഇത് റബ്ബർ ട്യൂബാണ്. അപ്പോൾ ശരിക്കും എല്ലാ വീഡിയോസിലും കാണിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മുടെ ഇതൊരു ടർബോ ഇൻലെറ്റാണ് വരുന്നത്. ആ ടർബോ ഇൻലെറ്റിൻ്റെ അവിടെയാണ് നമ്മൾ സാധാരണ ഈ ഭാഗത്തായിട്ടാണ് എല്ലാവരും ഇഞ്ചെക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവിടെ അത് ഓപ്പൺ ചെയ്ത് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ എനിക്കൊരു സംശയം വന്നത് ഈ ഒരു റബ്ബർ പ്രൊഡക്റ്റാണ്. അപ്പോൾ റബ്ബർ പ്രൊഡക്റ്റിൽ ഈ പറയുന്ന ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും അതിനകത്ത് ചാടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ അതുവഴിയാണല്ലോ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് നമ്മുടെ എൻ്റെ കൂടെ പഠിച്ചവർ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരെല്ലാം ഒരു 2002 എൻ്റെ ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുകയും അതിനുശേഷം എൻ്റെ ഒരു 15-20 വർഷത്തോളം പിന്നെ ഈ ഒരു സർവീസിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ ഒരു ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു അഡ്വൈസാണ് എനിക്ക് തന്നത്. പക്ഷേ ഞാൻ ഇത് എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഇരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, ഓൾറെഡി ഒരു 10 പൗണ്ട് മാത്രമേ ഉള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയും ഞാനതനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. Here only, where you are spraying? Yeah, okay. Yeah, raise it. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയും ഈ ഒരു ഇന്നറ്റ് പോർഷനിൽ ഞാനിത് സ്പ്രേ ചെയ്യുകയും ചെയ്തു. ഒരു പ്രാവശ്യം കൊണ്ട് എനിക്കിതിന് ഒരു റിസൾട്ട് കിട്ടിയില്ല. 2 പ്രാവശ്യം ഞാൻ രണ്ടാമത് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ട് ഒരു 15 മൈൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു 30 ml ഇതിനകത്ത് സ്പ്രേ ചെയ്യുകയും ഒരു 15 മൈൽ നമ്മൾ ഓടിക്കുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത് അപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യമായുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടാമത് അപ്പോൾ ഞാൻ ഒന്നുകൂടെയും ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 75 ml നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു 150 ml ഒരു കുപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്യണം എന്നുള്ളൊരു രീതിയിലുള്ള അഡ്വൈസാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരു 15 മൈൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ചെയ്തു. പക്ഷേ അന്നേരം ഒന്നും പ്രത്യേകിച്ച് യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം ഞാനൊരു 50 മൈൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ EGRൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തിക്കിടന്നത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാനപ്പോൾ തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ EGR ഫംഗ്ഷനിങ് കൃത്യമാണ് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആണ് എന്നുള്ളൊരു ഇതാണ് കിട്ടിയത്. പക്ഷേ ഇത് എത്രത്തോളം അഡ്വൈസബിൾ ആണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു എന്താ പറയുക, താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഏതാണ്ട് 250 പൗണ്ടിൻ്റെ സ്ഥലത്ത് ഒരു 10 പൗണ്ടിന് ഈ രീതിയിലുള്ളൊരു എന്താ പറയുന്ന ഒരു സർവീസിങ് നമുക്ക് സാധ്യമാവും. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ സക്സസബിലിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും വളരെ ഒരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന വണ്ടികൾ തുടക്കക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഒരു വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു വാഹനമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ അധികം ഓടിയ വാഹനങ്ങളായിരിക്കും നമ്മളിങ്ങനെയുള്ള വളരെ കുറഞ്ഞ കാശ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ മിക്കവാറും തന്നെ ഇതുപോലെയുള്ള EGR കംപ്ലയിൻറ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന മാൾ ഫംഗ്ഷനിങ് വാർണിംഗ് ലൈറ്റുകൾ കത്തിക്കിടക്കുന്ന ഒരു അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 10 പൗണ്ട് മുടക്കി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സക്സസ് ആണെന്നറിയില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പിന്നീട് എത്ര കാലം എനിക്ക് എത്ര മൈൽ തന്നെ ഇതിന് ഈ ഒരു സക്സസ് ആയിട്ട് പോകാൻ പറ്റി എന്നുള്ളത് ഞാൻ ഇതിനകത്ത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവം മറ്റു പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇത് സക്സസ് ആയിട്ടുള്ളവരും ഫെയിൽ ആയിട്ടുള്ളവരും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ. അപ്പോൾ എല്ലാവർക്കും